ഡയബറ്റീസ് ഹോസ്പിറ്റലിലാണ് മോന് ശ്രിയാന് വീണ്ടും സിക്ക് ആൻഡ് അനീമിക്കായിട്ട് അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ഹായ് ഓൾ, ഇതൊരു ക്വിക്ക് വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ആലോചനയ്ക്ക് ശേഷം ഇടുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് മന്ത് ശ്രിയാൻ നാട്ടിലേക്ക് പോയപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഹോസ്പിറ്റലൈസ്ഡ്, സാധാരണ ഫീവർ ആണോ, എന്തിനാണ് ICUലൊക്കെ ആയത് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി 1 month ആയി. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ജസ്റ്റ് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഞാനൊരു പബ്ലിസിറ്റിക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ഇടുന്നൊരു വീഡിയോ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ അമ്മമാർക്കും ഒരു പാഠമായിരിക്കും. നമ്മൾ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന സാധനങ്ങളാണ്, കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരു ഞങ്ങളെ ഹോസ്പിറ്റൽ വരെ എത്തിച്ചത്. താങ്ക് ഗോഡ് ഒരു കുഴപ്പം ഉണ്ടായില്ല. നമ്മൾ പറയുന്ന പോലെ കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തിൽ കൊണ്ടുപോയി എന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അതായത് ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇനി നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുക, ഇനി അങ്ങനെ ഓരോ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ട് മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ മൊമെൻറ്റ്സൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത മൊമെൻറ്റ്സ് ഒരുപാടൊന്നും അറിയാമല്ലോ നമുക്ക്. ഫസ്റ്റ് ഒന്നും ഞങ്ങൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, അമ്മ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതിന് ശേഷം ഞങ്ങൾക്ക് പറ്റിയ മൊമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അവിടുത്തെ സിറ്റുവേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയുകയാണ്, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഡെയിലി വ്ളോഗ്സിനും വേണ്ടിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്യാമറ ട്രൈപോഡ് കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ചിലപ്പോൾ ചെരിഞ്ഞിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതൊന്ന് കൺസിഡർ ചെയ്യണം. സോ നമുക്ക് വേണ്ട മൊമെൻറ്റ്സിലേക്ക് പോകാം, കാര്യങ്ങൾ ഞാൻ അതിലൂടെ പറയുന്നതായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത് കേട്ടോ. ഇതിപ്പോൾ അവന് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബ്ലഡ് ടെസ്റ്റൊക്കെ കരഞ്ഞ് പിടിച്ചിട്ടൊക്കെ കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം അഡ്മിറ്റ് ആവാൻ. ആളിപ്പോഴേ ഒരു സൈഡിൽ ഇതായിട്ടുണ്ട്. അമ്മ നമുക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം തുടങ്ങി. എനിക്ക് കണ്ടിട്ട് തന്നെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അഡ്മിറ്റ് ആവുമെന്ന്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇതിന് ശേഷം മൊത്തം നടന്നത്. ഇതിന് ശേഷം അഡ്മിറ്റായി. കൊണ്ട് ഏട്ടൻ താഴെ പോയിരിക്കുകയാണ്. വീണ്ടും ഇന്നലെ വൈകുന്നേരം, അതായത് ഒരു 20th ഡിസംബറിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഞങ്ങളൊരു 3 ദിവസം മുമ്പ്, അതിന് 3 ദിവസം മുമ്പ് വന്ന് ചെക്കപ്പ് ചെയ്തിരുന്നു, ഫീവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ആൻറ്റിബയോട്ടിക് തന്നു, 3 ദിവസം നോക്കാൻ പറഞ്ഞു. പക്ഷെ പനി മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വരാൻ കാരണം മോൾക്കും പനി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ വന്നത്, വെറുതെ കൂട്ടണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവളെയും കൊണ്ടുവന്നു. നോക്കിയപ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവനെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. എല്ലാ മാസവും സിക്കാവുമായിരുന്നു. നമ്മൾ വിചാരിച്ചു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കും, എങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. ഇതും ഒരു കാരണമാവാം ഇപ്പോൾ കുട്ടികളിങ്ങനെ ടയേർഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികൾ എപ്പോഴും സിക്കാവുന്നുണ്ടെങ്കിൽ ചുമ്മാ ആൻറ്റിബയോട്ടിക്കും ഇതും കൊടുത്തിട്ട് ഇരിക്കരുത്. എന്തെങ്കിലും ഒരു വേറൊരു സിവിയറിലേക്ക് പോവുകയാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നിപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയ നന്നായി, ഇനിയും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുകൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളത് എന്തായാലും പോയി കാണിക്കണം. സ്വയം മരുന്ന് കൊടുത്ത് പനി മാറ്റിയതൊന്നും ചെയ്യരുത്. അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ക്യൂർ ആവുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ലല്ലോ. വല്ല എക്സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറ്റുന്ന മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാൻ നോക്കാം. ദയവ് ചെയ്ത് ആരും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒന്നും ഇടരുത്. എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് ഇതുകൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാനിത് അപ്ലോഡ് ചെയ്യും. മൺഡേയാണ് അഡ്മിറ്റ് ആക്കിയത്. മൺഡേ ഈവനിങ് ആയി റൂമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും നേരം അവൻ അവിടെ ഉച്ചയ്ക്ക് വന്ന് ഞങ്ങൾ റൂം കിട്ടാൻ വൈകുന്നേരമായി. ഭയങ്കര അനീമിക്കായിരുന്നു. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് വന്നു. അതിനുശേഷം 6 മണിക്ക് റൂം കിട്ടി. അതിനുശേഷമുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരാൻ
പറ്റിയില്ല. അങ്ങനെ അത്രയ്ക്കും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. കരച്ചിലും പിഴിച്ചിലും നോക്കി അവൻ്റെ 2 കയ്യിലും ഒന്ന് ബ്ലഡ് കയറ്റാൻ വേണ്ടിയിട്ടും ഒന്ന് മരുന്ന് കയറ്റാൻ വേണ്ടിയിട്ടും 2 ക്യാനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ കാലിൽ വേറെ BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 12 മണിക്ക് ICUവിൽ കയറ്റിയ, അതായത് പീഡിയാട്രീഷ്യൻ്റെ PICU ആണ് അത്ര, NICU അല്ല, PICU പോലെയാണ്. അതിൽ കയറ്റിയ ആൾക്കാർ ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ 8 മണിയായപ്പോഴാണ്. അതിനുള്ളിൽ തന്നെ പാവം കുറേ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. കുറച്ച് നോർമലായ സമയത്താണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാണ് ഈ സിറ്റുവേഷൻ വരെ എത്തിയത് എന്നല്ലേ. ഭക്ഷണം കഴിക്കാണ്ട് സിക്കായി അനീമിക്കായി കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ കഴിക്കുന്നത് മൊത്തം വെറും കാർബോഹൈഡ്രേറ്റ്സ് മാത്രമായിരുന്നു. അവന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് അവൻ കഴിക്കുന്ന ഫുഡിൽ വന്നിട്ട് വെജിറ്റബിൾസ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അയണിൻ്റെ ഇത് ഭയങ്കര കുറവായിരുന്നു. നോക്കിയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫുള്ള് ഇത് കുറവ്, ഹീമോഗ്ലോബിൻ കുറവ്. 13 വേണ്ടവിടെ അവന് ആകെ ഉണ്ടായിരുന്നത് 7 ആയിരുന്നു. അതുകൊണ്ടാണ് അനിമിക്കായിരുന്നത്. ഇത് സെക്കൻഡ് ടൈമാണ് ഇവനെ ഹോസ്പിറ്റലിൽ ഇതുപോലെ അഡ്മിറ്റ് ആക്കുന്നത്. ഇതുപോലെ മുന്നേ 1.5 വയസ്സിൽ അവിറ്റീസിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ചെസ്റ്റ് കൺജഷൻ ആൻഡ് ഫീവർ കൊണ്ടാണ്. അന്ന് പക്ഷെ മരുന്ന് കഴിക്കില്ലായിരുന്നു. ഇതാണ് ഞങ്ങൾ ഇരുന്ന റൂം. ഇത് പുറത്തുള്ള സിറ്റുവേഷനാണ്. ഫുള്ള് കുട്ടികൾ തന്നെയാണ് കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. അതിനെക്കാട്ടി ഏറ്റവും ബുദ്ധിമുട്ട് ഇവളെ കിടത്തുക എന്നുള്ളതായിരുന്നു. ഈ ഒരു സോഫയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾക്കും പാവം ഭയങ്കര ഇതായിരുന്നു, മീൻസ് ബുദ്ധിമുട്ടുണ്ടാവില്ലേ കിടക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് അവനെ ഒന്ന് ജസ്റ്റ് പുറത്തിറക്കിയതാണ്. അവനിപ്പോൾ കുറച്ച് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, പനിയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവനൊന്ന് ജസ്റ്റ് ഫ്ലോറിൽ തന്നെ പുറത്ത് കാണിച്ച് ഇതാക്കുകയായിരുന്നു. TV-യിൽ പിന്നെ കുറേ നേരം കണ്ടിരിക്കുമ്പോഴും ബോറടിക്കുകയാണ് അവന്. അവൾക്കും കുറച്ച് സിക്നസ് ഉള്ളതുകൊണ്ട് മാം പറഞ്ഞത്, അതായത് ഞങ്ങളെ അവനെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇവിടെ തന്നെ നിർത്തിക്കോ, അപ്പോൾ നമുക്ക് മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാം, ഇവൻ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം നോക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നീ കൈയൊക്കെ ഇങ്ങനെ കാണിച്ചതാ, നാളെ വീഡിയോ എടുത്ത് കാണിച്ചു തരണമല്ലോ ഒരു ഓർമ്മയ്ക്ക്. കൈയൊക്കെ കാണിച്ചാൽ ഇപ്പോൾ ഓക്കെ അല്ലേ, കാണിച്ചു തരാം നീ കടന്നത് നാളെ. ആദ്യത്തെ ആ 2 ദിവസത്തെ ക്രൂഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കടന്നുപോയി. ഞങ്ങൾ ഡിസ്ചാർജ് ആയത് തേഴ്സ്ഡേ ആണ്. ആദ്യം മാം പറഞ്ഞു ഫ്രൈഡേ നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ തേഴ്സ്ഡേ ആയപ്പോൾ കുറച്ച് നോർമലായപ്പോൾ കുഴപ്പമില്ല, അവൻ ഓക്കെ ആയി വന്നു, ഡിസ്ചാർജ് ആയിക്കോളാം പറയുകയാണ് ചെയ്തത്. കുഞ്ഞെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് എന്തിനാ? കുഞ്ഞെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് അറിയോ? പനിയായതുകൊണ്ട് മാത്രമാണ്. ചുമ, ഫീവർ, ദെൻ ബ്ലഡ് ഒക്കെ കുറഞ്ഞില്ലേ കുട്ടിക്ക്? അതെന്തുകൊണ്ട് ബ്ലഡ് കുറഞ്ഞത്? ബീട്രൂട്ട് കഴിക്കണ്ടാണോ? ബീട്രൂട്ട് മാത്രം കഴിക്കാത്ത? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 1 ഡേ കഴിഞ്ഞു. അപ്പോൾ ബ്ലഡ് ചെക്കപ്പ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലഡൊക്കെ ഓൾറെഡി എടുത്തിട്ട് പോയി. നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. മോർണിംഗ് ഡിസ്ചാർജ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എന്നെല്ലാം ഓക്കെ ആയി നടക്കുമെന്ന് വിചാരിക്കുന്നു. എക്സ്റേയും കൂടെ എടുക്കണം. ചെസ്റ്റിൽ ഇപ്പോഴും ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. നമ്മൾ വിചാരിക്കും ചോറ് കഴിക്കണ്ടല്ലോ, ദോശ കഴിക്കണ്ടല്ലോ, എന്തെങ്കിലും കഴിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യൻസ് കിട്ടുന്നില്ലെങ്കിൽ അത്രയും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവനാകെ കഴിക്കുന്നുണ്ടായിരുന്നു ചിക്കനും മുട്ടയും മാത്രമാണ്. എന്നിട്ടും കൂടെ അവന് ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയി എന്നുള്ളതാണ് വല്ലാത്ത ഇത്. പക്ഷേ അവളൊന്ന് ഓക്കെ ആയപ്പോൾ അവളെ കളിപ്പിക്കാനൊക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വേറെ വഴിയില്ല, അവളെയും കൊണ്ടിരിക്കുക തന്നെ വേണം. അവൾക്കും ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ ഇരുന്നു. ഞങ്ങളുടെ 4 പേരുടെ വെക്കേഷനും അങ്ങനെ ഹോസ്പിറ്റലിലായി. ഫൈനലി ഡിസ്ചാർജ് ഡേ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ അവർ മറ്റേ ക്യാനിലേക്ക് റിമൂവ് ചെയ്യാണ്. അപ്പോഴും ഉണ്ടായിരുന്നു ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ. 2 കൈത്ത് ലാസ്റ്റ് ഡേ ആണ് അവർ റിമൂവ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഒരു ഹെൽപ്ഫുള്ളായി തോന്നിയത് അവൾക്കും വയ്യാതിരുന്നപ്പോഴും അവർ ഹോസ്പിറ്റലിൽ അവളെ അലോ ചെയ്തതാണ് ഏറ്റവും ഒരു പ്ലസ്സായി തോന്നിയത് കേട്ടോ.
ഇത് കഴിഞ്ഞിട്ടും ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. അത് രണ്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നപ്പോഴും അവനോട് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, മറ്റേ വെജിറ്റബിൾസ് കഴിക്കണം, ചിക്കൻ കഴിക്കണം, എഗ്ഗ് കഴിക്കണം, ഫുഡെല്ലാം കഴിക്കണം, എല്ലാം കഴിക്കണം എന്നൊക്കെ ഉള്ളത്. ബട്ട് ടു ബി ഫ്രാങ്ക് അതിന് ശേഷം അവൻ എല്ലാം കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൺ ഷോട്ടിൽ നമുക്കെല്ലാം പറ്റില്ലല്ലോ, എങ്കിലും ഏതെങ്കിലും രീതിയിൽ അവന് വെജിറ്റബിൾസ് കൊടുക്കണം എന്നാണ് ന്യൂട്രീഷനിസ്റ്റൊക്കെ പറഞ്ഞത്. അതങ്ങനെ ഫോളോ ചെയ്യുന്നു. അമ്മയ്ക്ക് അറിയില്ല സ്വത്തേ. കുറേ ദിവസം ഇഞ്ചക്ഷനൊക്കെ കണ്ട പേടിയായിരുന്നു. വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഞങ്ങൾ കടന്നു പോയത്. ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് ചെയ്തത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ സപ്പോർട്ട് ചെയ്യുക ചാനലിന്. ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഞങ്ങളിവിടെ ഡിസ്ചാർജ് ആയത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ, ഹാപ്പി ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.